ഗൈസ് ഇപ്പോൾ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ് എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഗൈസ് ഇന്ന് ഞാൻ ജസ്റ്റ് നമ്മുടെ സൈക്കിൾ എടുത്തിട്ടൊന്ന് വെറുതെ ഇറങ്ങിയതാണ്. അപ്പോൾ ഇറങ്ങിയപ്പോൾ ഒരു സംഭവം കണ്ടു, അത് കാണിക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ അഭിപ്രായം പറയാമെന്ന് വിചാരിച്ചു. ചെക്ക് ദിസ് ഔട്ട്. ഗൈസ് ഇപ്പോൾ നമ്മുടെ ഇവിടെ MLA ഇലക്ഷൻസ് വരാണല്ലോ. അപ്പോൾ ഇത് നമ്മുടെ ഇവിടെ എടുത്തൊരു UDF സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററുകൾ മൊത്തം കീറി വളച്ചിട്ടേക്കാണ്. അപ്പുറത്തെ LDF സ്ഥാനാർത്ഥിയുടെ പോസ്റ്റർ. ഇന്നലെ വരെ ഇത് മാത്രമേ ഉണ്ടായുള്ളൂ. ഇപ്പോഴാണ് അത് വന്നത്. അപ്പോൾ അവരാണ് ഇത് പറിച്ചളഞ്ഞത്. പിന്നെ ഇതുപോലെ തന്നെ ഇപ്പുറത്തും പറിച്ച് താഴത്തേക്ക് ഇട്ടുണ്ട്. അവിടെ പുതിയത് അവിടെ ഒട്ടിച്ചിട്ടുണ്ട്. എനിക്ക് ചോദിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ പാർട്ടി ജയിക്കാൻ വേണ്ടി നിങ്ങൾ മറ്റുള്ള പാർട്ടിയുടെ പോസ്റ്റർ കീറി കളഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അതിൽ വലിയ അർത്ഥമൊന്നും ഇല്ലല്ലോ. നിങ്ങളുടെ സ്ഥാനാർത്ഥി നല്ലതാണെങ്കിൽ നിങ്ങളുടെ സ്ഥാനാർത്ഥി ജയിക്കും, മറ്റേ സ്ഥാനാർത്ഥി ആണെങ്കിൽ മറ്റേ സ്ഥാനാർത്ഥി ജയിക്കും. അല്ലാതെ ഇത് പോസ്റ്റർ കീറി കളഞ്ഞുകൊണ്ട് നിങ്ങൾ ജയിക്കുന്നൊരു ഉറപ്പുമില്ല. പോസ്റ്റർ കീറി കളഞ്ഞുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ആകെ 5-6 പോസ്റ്റർ അവിടെ എവിടെയും ഇതുപോലെ കീറി കളയുക. ഇതിപ്പോൾ ആൾക്കാർക്ക് പോസ്റ്റർ കണ്ടിട്ട് മാത്രം ആരെ മത്സരിക്കണമെന്ന് അറിയേണ്ട ആവശ്യമില്ലല്ലോ, അല്ലാണ്ട് തന്നെ അറിയുമല്ലോ. വലിയ ഫ്ലെക്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പോസ്റ്റർ എന്താണ് കീറുന്നതിന് എനിക്ക് ചോദിക്കാനുള്ളത്. തൊട്ടപ്പുറത്തും ഇപ്പുറത്തും 2 സ്ഥാനാർത്ഥികളുടെ പോസ്റ്റർ ഉണ്ടായിക്കോട്ടെ. ആൾക്കാർ ആര് വികസനം കൊണ്ടുവരും, ആര് അവർക്ക് നല്ലത് ചെയ്യുന്നുള്ളത് നോക്കിയും കണ്ടറിഞ്ഞ് അവർ വോട്ട് ചെയ്യുമല്ലോ. പിന്നെ എന്താണ് ഈ വെറുതെ ഈ പോസ്റ്ററുകൾ കീറി കളഞ്ഞ്? ഇപ്പോൾ ഞാൻ കാണിച്ച UDFൻ്റെ പോസ്റ്റർ കീറിയത്, ഇനി LDFൻ്റെ പോസ്റ്റർ കീറിയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. എനിക്ക് ഞാൻ എല്ലാം കൂടി കണ്ടിട്ടുണ്ടായി, അത് കാണിച്ചു തരാം. ഗൈസ്, ഇതാണ് നമ്മുടെ LDFൻ്റെ പോസ്റ്റർ കീറി എടുക്കുന്നതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നടുവിലായിട്ട് നമുക്കിതേ കണ്ട ഫുള്ള് കീറി പറിച്ച് ഒരു തൈരി പോലും ഇല്ലാത്ത പോലെ അവസ്ഥയാക്കിയിട്ടേക്കാണ്. ഇതാണ് അവസ്ഥ. അപ്പോൾ ഇതാണ് നമ്മുടെ നാട്ടിൽ ഈ പോസ്റ്റർ കീറിൽ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അറിയാവുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതൊരു നമ്മുടെ നെറ്റൊരു